ഇലക്ഷന് ശേഷം ബംഗാൾ കലാപകലുഷിതമാണ്. ലോ ആൻഡ് ഓർഡർ വളരെ മോശമാണ്. ബംഗാളിൽ പരസ്പരം വെട്ടിയും കുത്തിയും ആൾക്കാരെ റോഡും അതുപോലെ മറ്റു പ്രദേശങ്ങളും കയ്യേറുന്നു. ഇവിടെ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ വിട്ടുപോയി. ഏകദേശം 500 കമ്പനി പട്ടാളം ഇതിനെ അവിടെ വിന്യസിച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ DGP പറയുകയുണ്ടായി. നേരത്തെ 2400 ഡിവിഷൻ പട്ടാളം അല്ലെങ്കിൽ ഡിവിഷൻ പോലീസ് ഇലക്ഷൻ സമയത്ത് അവിടെ വന്നതാണ്. അതിനകത്ത് 700 കമ്പനി അവിടെ നിർത്തിയിട്ട് ബാക്കിയാണ് പിൻവലിച്ചത്. ഇത് മുൻകൂട്ടി കലാപം ഉണ്ടാവും എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉള്ളതുകൊണ്ടായിരിക്കും അത്രയും പോലീസ് സേനയെ അവിടെ വിന്യസിച്ചിരുന്നത്. എങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോയി. പല സ്ഥലത്തിലും കലാപമാണ്. 24 പർഗാന ജില്ലയിലുണ്ടായ സംഭവം അത് രാജ്യത്തെ ഞെട്ടിക്കുന്നതാണ്. കാരണം അവിടുത്തെ പ്രതിപക്ഷ നേതാവും നേരത്തെ മമതാ ബാനർജിയുടെ ഉറ്റ അനുയായിയുമായിരുന്ന ഇപ്പോഴത്തെ BJP മുഖ്യമന്ത്രി നോമിനിയുമായ സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ കഴിഞ്ഞ ദിവസം വെടിവെച്ച് കൊന്നു. അദ്ദേഹം വൈകിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു. 24 പർഗാന ജില്ലയിലാണ് വീട്. പോകുന്ന സന്ദർഭത്തിൽ പിന്നാലെ ഒരു കാർ അതിനെ ചേസ് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ചന്ദ്രനാഥ് രഥ് കൊല്ലപ്പെട്ട് കാറിനകത്ത് വെച്ച് തന്നെ. അദ്ദേഹത്തിൻ്റെ കാറിനെ മറ്റൊരു കാറ് പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം കൊല്ലുന്ന ആ സമയത്ത് മറ്റൊരു കാർ വന്ന് ഈ കാറിന് മുമ്പിൽ ബ്ലോക്ക് ചെയ്ത് നിന്നു. അതിനുശേഷം ഒരു ബൈക്കിൽ 2 പേര് വന്ന് ക്ലോസ് റേഞ്ചിൽ അടുത്ത് നിന്ന് വെടിവെക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർക്കും വെടിയേറ്റു. ഏതായാലും സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് കൊല്ലപ്പെട്ടു. ചന്ദ്രനാഥ് രഥ് ഹോസ്പിറ്റലിൽ ചെന്നപ്പം മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഈ സുവേന്ദു അധികാരിയുടെ എല്ലാ നീക്കത്തിലും അദ്ദേഹത്തിൻ്റെ എല്ലാ ഓട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്ന ചന്ദ്രനാഥ് രഥ് എന്ന വ്യക്തി അദ്ദേഹത്തിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവം ബംഗാളിൽ വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജി മന്ത്രിസഭയിൽ 35 മന്ത്രിമാരുണ്ടായിട്ട് അതിൽ 22 പേരും തോറ്റു തുപ്പിയിട്ടു. അതിനിടയ്ക്ക് ബോംബെയിലെ ശിവസേന നേതാവ് സഞ്ജയ് റൗത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ട് നിങ്ങൾ കേട്ടില്ല? വ്യത്യസ്തമായ രീതിയിൽ ഇലക്ഷനിലെ റിസൾട്ട് വരുമായിരുന്നു എന്ന് തന്നെയായിരുന്നു ബോംബെ ശിവസേന നേതാവിൻ്റെ കമൻറ്റ്. BJP ഇപ്പോൾ ഏകദേശം 17 സ്റ്റേറ്റിലും മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞു. ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിമാർ BJPയുടെ തന്നെ അവരുടെ സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ വന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് 49 സീറ്റ് ഉണ്ടായിരുന്നെങ്കിലും 29 സീറ്റിലും 49 ബംഗാൾ സീറ്റിൽ 29 സീറ്റിലും അവർ വിജയിച്ചിരുന്നു. എന്തായാലും ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇന്നും നല്ലൊരു ശക്തി, നല്ലൊരു പിന്നണി അവരുടെ പുറകിലുണ്ട്. അതുകൊണ്ട് അവിടെ ലോ ആൻഡ് ഓർഡർ ഇപ്പം വളരെ മോശമാണ്. 433 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ DGP പറഞ്ഞ് സിദ്ധാർത്ഥ് നാഥ് ഗുപ്ത പറഞ്ഞത് ഏകദേശം 200ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1700 പേരെ കരുതൽ തടങ്കിലാക്കിയിട്ടുണ്ട്. അക്രമിക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് സാമിക് ഭട്ടാചാര്യയും പറഞ്ഞു. എന്തായാലും 2-3 ദിവസം നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഈ കൊലയ്ക്ക് അവർ തുനിഞ്ഞതെന്നാണ് അവിടുത്തെ DGPയുടെ നിരീക്ഷണം. ചന്ദ്രനാഥ് രഥ് തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു അപകടം പ്രതീക്ഷിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചത് 3-4 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ആയിരുന്നു എന്നാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത്. ബംഗാളിലെ ശക്തിയുള്ള നേതാക്കന്മാരെ പലർക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് എല്ലാവരും സെക്യൂരിറ്റി വളരെ ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. താൻ രാജിവെക്കാൻ തയ്യാറല്ല എന്ന് ബംഗാൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു. അവർ രാജിവെക്കില്ല. അവരുടെ ഈ ഇലക്ഷൻ മുഴുവൻ നടത്തിയത് ഓരോ കള്ളക്കളിയിലാണ്.
അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല, ആ ഇലക്ഷൻ റിസൾട്ടിനോട് യോജിക്കാൻ കഴിയില്ല. അത് ഭരണത്തിൽ നിന്ന് പിന്മാറാനും തയ്യാറല്ല, രാജിവെക്കാനും തയ്യാറല്ല. ഈ ഒരു സന്ദർഭത്തിൽ ഗവർണർക്ക് അസംബ്ലി ഡിസോൾവ് ചെയ്യാം. പക്ഷേ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മമതാ ബാനർജിയും മന്ത്രിമാരും ആ സംവിധാനങ്ങളെല്ലാം അതേപടി മുന്നോട്ട് പോകും എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അത് കോടതിയുടെ പരിധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം പിരിച്ചുവിട്ട ഒരു സർക്കാരിനെ അവർ വീണ്ടും അവിടെ ബലം പ്രയോഗിച്ച് ഭരണം നടത്തുക എന്ന് നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം അധികം ഉണ്ടായിട്ടില്ല. ഇപ്പോഴ് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഭരണത്തിൽ നിന്ന് മാറാൻ മമതാ ബാനർജി തയ്യാറല്ല. ഏകദേശം 90 ലക്ഷം ആൾക്കാർക്ക് അവിടെ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനകത്ത് ഏകദേശം 70 ലക്ഷം പരാതികളോളം ഇലക്ഷൻ കമ്മീഷനിൽ കിട്ടിയെന്നും അതിൽ 1 ലക്ഷം പേരുടെ പരാതികൾ മാത്രമേ പരിഗണിച്ച് അവർക്ക് വോട്ട് ചെയ്യാൻ അവസരം കൊടുത്തുള്ളൂ എന്നാണ് മമതാ ബാനർജിയുടെ മെയിൻ വാദഗതികൾ. എന്തായാലും ഭരണപ്രതിസന്ധി ബംഗാളിലുണ്ടാകും. അതുപോലെ ഒരു പ്രതിസന്ധി തന്നെ തമിഴ്നാട്ടിലും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ഇന്ത്യയിൽ ഇപ്പോൾ നടന്ന 3-4 സ്റ്റേറ്റിൽ നടന്ന ഇലക്ഷൻ്റെ റിസൾട്ടുകളെല്ലാം വന്നെങ്കിലും രാഷ്ട്രീയമായ കലുഷിതമായ അന്തരീക്ഷമാണ് തമിഴ്നാട്ടിലും ബംഗാളിലും ആസാമിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഞായറാഴ്ച തീരുമാനിക്കും എന്നുള്ള വാർത്തയും ഇതിനൊപ്പം വരുന്നുണ്ട്.